പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഓഹരി വിപണി പുതുവർഷത്തിൽ എങ്ങനെയായിരിക്കും? പുതുവർഷ പുലരിയിൽ ഓഹരി വിപണിയുടെ അവസ്ഥ എന്താവും എന്നാണ്. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം കയറ്റിറക്കങ്ങളിൽപ്പെട്ട് നമ്മൾ നിക്ഷേപകർ ഏറെ വലഞ്ഞ ഒരു വർഷം ആണ് കടന്നുപോയത്. അത് ഇപ്പം നമ്മൾ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പുതുവർഷത്തിൽ ശാന്തമായ തുടക്കമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യം ആണ് നിലവിൽ ഉള്ളത്. നമ്മളിപ്പോൾ പുതുവർഷത്തിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഓഹരികളെയൊക്കെ എടുത്ത് നമ്മൾ അവലോകനം ചെയ്തിട്ട് അതിൽ വലിയ നേട്ടമൊന്നും തരാതെ, നഷ്ടമില്ലാതെ ഇപ്പം നിലവിൽ നഷ്ടമൊക്കെ വന്നിട്ട് കുതിപ്പൊന്നും ഇല്ലാതെ തുടരുന്ന നല്ല ലാഭമുള്ള ഓഹരികൾ വിറ്റുമാറിയിട്ട് നമ്മൾ പുതിയ സെക്ടറുകളിലേക്ക് കടക്കാവുന്നതാണ്. അത് ബോണസ് തരുന്നോ ഡിവിഡൻഡ് തരുന്നോ അങ്ങനെയുള്ള ഓഹരികളും നല്ല മേഖലകളിലുള്ള ബ്ലൂ ചിപ്പ് ഓഹരികളും അതൊക്കെ നോക്കി വാങ്ങി വെക്കാവുന്നതാണ്. അത് കയറ്റിറക്കങ്ങൾ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് കയറുകയും പെട്ടെന്ന് കുറയുകയൊക്കെ ചെയ്ത് നമ്മൾ ഡേ ട്രേഡ് പോലുള്ള ദിവസം ലാഭമൊക്കെ നേടണമെങ്കിൽ അങ്ങനെയുള്ളതിലേക്കും മാറാം. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന മേഖലകളിലേക്ക് നമ്മൾ നിക്ഷേപം മാറ്റി റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ പൊതുവെ ശാന്തമായ സ്ഥിതി ഇന്ത്യയിൽ ഓഹരികളിലും മൊത്തം കാണുന്നത്. ആൾക്കാരെല്ലാം അതിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്തുള്ളവരും ഒക്കെ ഒരു അവധി ആഘോഷത്തിൻ്റെ മൂഡിലായതുകൊണ്ട് വലിയ വ്യാപാരത്തിൻ്റെ വോളിയം കുറവാണ് ഈ ആഴ്ച ഒക്കെ വരുന്നത്. ഇപ്പം 23,850-നും 23,500-നും ഇടയ്ക്ക് 24,150 വരെ ആണ് നമ്മൾ ഓഹരി വിപണിയുടെ നിഫ്റ്റി പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ 0.96 മാത്രം പോയിൻ്റായിരുന്നു വളർച്ച കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത്. പിന്നെ ഇനിയിപ്പം നമ്മൾ IPO വരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച അന്യ പൊളിടെക് ഇന്ന് 4 മണിക്ക് മുമ്പ് അപേക്ഷ കൊടുക്കുന്നതായിരിക്കും, അതല്ലേ കിട്ടുകയുള്ളൂ. പിന്നെ സിറ്റിജം ഇൻഡസ്ട്രി 31 4 മണിക്ക് മുമ്പ് അപേക്ഷ നൽകേണ്ടതാണ്. പിന്നെ ഇൻഡേക് ഹോസ്പിറ്റാലിറ്റി ലിസ്റ്റിംഗ് 30-ാം തീയതി ആണ് പറഞ്ഞിരിക്കുന്നത്. സീനിയർ ഫാർമസ്യൂട്ടിക്കൽസ് ലിസ്റ്റിംഗ് 30 ആണ്. കരാറിയോ ഇന്ത്യ പറയുന്നത് 30 ഡിസംബറിൽ ലിസ്റ്റിംഗ് വെച്ചിട്ടുണ്ട്. യൂണിമാറ്റ് എയറോസ്പേസ് ലിസ്റ്റിംഗ് 31-ലാണ്. ഇതൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. നിങ്ങളിതിനെ നിരീക്ഷിക്കുക. നല്ല ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ അത് സ്വല്പം വില കുറയുമ്പോൾ നമ്മൾ കമ്പനിയെക്കുറിച്ച് പഠനം നടത്തിയിട്ട് കുറച്ച് ഓഹരികൾ വാങ്ങിക്കുക. ഇപ്പം നമ്മൾ അപേക്ഷിക്കുകയൊക്കെ ചെയ്യാൻ ലോട്ടിനുള്ള പൈസ മൊത്തം അടയ്ക്കേണ്ടതുകൊണ്ട് നമ്മളതിന് തയ്യാറായിട്ടില്ല എങ്കിൽ നല്ല കമ്പനികളുടെ നോക്കി വിലയൊന്ന് താഴ്ന്നു നിൽക്കുന്ന അവസരത്തിൽ ഇപ്പം കുതിപ്പാണെങ്കിൽ വാങ്ങേണ്ടതില്ല. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ച ബോണസ് തരാൻ ഓഹരികൾ ബാങ്കോ പ്രൊഡക്റ്റ് 1036 രൂപ വിലയാണ്. ബോണസ് 1:1 ആണ്. ഒന്നിന് ഒരെണ്ണം കിട്ടും. ഡിസംബർ 30 ഡേറ്റ് വരുന്നത്. സീനസ് എക്സ്പോർട്സ് 1350 ബോണസ് 1:5 ആണ്. 3 ജനുവരിയാണ്. ഗ്രീൻ ഗാർവാരിയ ടെക് 4660 4:1 3 ജനുവരി ആണ്. സൂര്യ റോഷ്നി 375 ബോണസ് 1:1 അത് 3 ജനുവരി ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് KPI ഗ്രീൻ എനർജി 800 രൂപ വിലയാണ്. 1:2 3 ജനുവരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹരി വിഭജനം വരുന്ന കമ്പനികൾ കെറ്റാലോഗ് എൻ്റർപ്രൈസ് 505 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:10 ആണ്. 2 ജനുവരി ആണ്. ജൂലിയൻ അഗ്രോ 29 രൂപ വിലയാണ്. 1:2 ആണ്. 6 ജനുവരിയാണ്. കാമധേനു 500 രൂപ. സ്പ്ലിറ്റ് 1:10 8 ജനുവരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഡൻഡ് തരുന്ന റെഡ് ടേപ്പ് 888 രൂപ. ഡിവിഡൻഡ് 2 രൂപയുണ്ട്. 3 ജനുവരി ആണ്. പിന്നെ സിമെക്സ് 6599 രൂപ. 12 രൂപ ഡിവിഡൻഡ് ഉണ്ട്. 14 ഫെബ്രുവരിയാണ്. ടാർജറ്റ് ഇട്ട് വയ്ക്കാവുന്നത് RVNL 425 രൂപ. ടാർജറ്റ് 518 രൂപ. ടാറ്റ മോട്ടോഴ്സ് 754 രൂപ. ടാർജറ്റ് 870 രൂപയാണ്. IOC 136 രൂപ. ടാർജറ്റ് 185 രൂപയാണ്. HCL
HSCL 552, ടാർജറ്റ് 622, ഹിഡാൽക്കോ 632 രൂപ, ടാർജറ്റ് 705 രൂപ. ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തിയിട്ട് വേണം വാങ്ങാൻ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് വേണം വാങ്ങാൻ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.